അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൈലിന്റെ പുത്രൻ എന്ന പേരിൽ ഷംസുദ്ദീൻ പുല്ലമ്പറ എഴുതിയ പുസ്തകത്തിന്റെ 7-ാമത്തെ ഭാഗം. മൂസയെ ഇസ്രായേലികളുടെ സമുദ്ധാരകനും പ്രവാചകനുമാക്കാനുള്ള അല്ലാഹുവിന്റെ തീരുമാനം ശുഐബ് നബി അലൈഹിസ്സലാം മൂസയെ അറിയിക്കേണ്ടതില്ല എന്നത് അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു. മൂസക്ക് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന ആഗ്രഹം മനസ്സിൽ ആവേശമായി. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണണമെന്ന ആഗ്രഹം തിരിച്ചുപോക്ക് അനിവാര്യമാണെന്ന ഘട്ടത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചു. മൂസ തന്റെ ആഗ്രഹം ശുഐബ് നബിയെ അറിയിക്കുന്നു. ശുഐബ് നബിയുടെ മുഖത്ത് സന്തോഷത്തിന്റെ പൂക്കൾ വിരിഞ്ഞു. നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ, യാത്രക്ക് ഒരുങ്ങിക്കൊള്ളൂ എന്ന് ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു. സഫൂറ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. ഈ അവസ്ഥയിൽ ഒരു ദീർഘയാത്ര എങ്ങനെ എന്ന് ആരും ചിന്തിച്ചില്ല. സഫൂറയും സന്തോഷപൂർവ്വം തന്നെ യാത്രക്കൊരുങ്ങി. ശുഐബ് നബി കുറെ അടിമകളെയും ആടുകളെയും അവർക്ക് നൽകി. ഭക്ഷണത്തിന് വേണ്ട ധാന്യങ്ങളും പഴങ്ങളും പ്രത്യേകം ഒരുക്കി വെച്ചു. മൂസാ നബിയും ഭാര്യയും യാത്ര പറഞ്ഞു. ഒരു ദശാബ്ദക്കാലത്തെ സുദൃഢമായ സൗഹൃദത്തിന് വിട. ശുഐബ് നബിക്ക് ദുഃഖമല്ല, സന്തോഷമാണ് ഉണ്ടായത്. മൂസയുടെ ദൗത്യത്തിന്റെ തുടക്കമാണിതെന്ന് അദ്ദേഹത്തിനറിയാം. നാട് വിട്ടോടി വന്ന മൂസയല്ല ഇപ്പോൾ. ഭീതി ഒഴിഞ്ഞ മനസ്സ്. താൻ കൊലയാളിയാണെന്നും തന്നെ കാത്തുകഴിയുന്ന ഫറോവയെ നേരിടേണ്ടി വരുമെന്നും അറിയാമെങ്കിലും ചിത്തം ചഞ്ചലമായില്ല. കാരണം ഭൂമിയിൽ അല്ലാഹുവല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് മൂസ പഠിച്ചിരുന്നു. അല്ലാഹുവിനെ ഭയക്കുന്നവനെ ലോകത്തുള്ള സർവ്വതും ഭയക്കും. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനെ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും സ്നേഹിക്കും. അല്ലാഹു ബഹുമാനിക്കുന്നവനെ ലോകം മുഴുവൻ ബഹുമാനിക്കുകയും ചെയ്യും. അവർ സന്തോഷപൂർവ്വം യാത്ര തുടർന്നു. യാത്ര ദിവസങ്ങളോളം നീളുകയും ചെയ്തു. ദിവസങ്ങൾ നീണ്ടുപോയപ്പോൾ മൂസാക്ക് മനസ്സിലായി വഴിതെറ്റിയിരിക്കുന്നു. അത് മനസ്സിലായിട്ടും മൂസ ഭീതിതനായില്ല. വഴി കാണിച്ചു തരുന്നവൻ അല്ലാഹുവാണ്. അവൻ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഒന്നും സംഭവ്യമല്ല. വഴിയറിയാതെ വന്ന തന്നെ പ്രവാചകനായ ശുഐബ് നബിയുടെ അടുക്കലെത്തിച്ചു തന്നവനാണ് അല്ലാഹു. സർവ കുഞ്ഞുങ്ങളെയും അരിഞ്ഞുകൊല്ലാൻ വിധിച്ച ഫിർഔനെ കൊണ്ടുതന്നെ എന്നെ സംരക്ഷിച്ചു വളർത്തിയ ഉന്നതനാണ് അവൻ. നേരം അർദ്ധരാത്രി. കൂരിരുട്ട്. ഒരിടത്തും ഒരു വെളിച്ചവുമില്ല. കോരിച്ചൊരിയുന്ന മഞ്ഞുണ്ട്. അടുത്തെങ്ങും മനുഷ്യവാസമുള്ള സ്ഥലമല്ല. അവർ കോച്ചി വിറക്കാൻ തുടങ്ങി. താടിയെല്ലുകൾ വിറവിറച്ച് പല്ലുകൾ കൂട്ടിയിടിക്കുവാൻ തുടങ്ങി. അവരുടെ തമ്പിൽ കോച്ചി വിറയലിന്റെ ശീൽക്കാരം മാത്രം. സഫൂറ ഭർത്താവിനോട് പറഞ്ഞു, പ്രസവ വേദന തുടങ്ങിയെന്ന് തോന്നുന്നു. നന്നായി തണുക്കുന്നുണ്ട്. അല്പം തീ കാഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഓ അൽഹംദുലില്ലാഹ്, തീയുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം, മൂസ പറഞ്ഞു. മൂസ കല്ലുകൾ തപ്പിയെടുത്ത് ഉരസി. ശക്തനായ മൂസ ശക്തിയായി ഉരസിയിട്ടും തീപ്പൊരിയില്ല. വീണ്ടും ഉരസി നോക്കി. കല്ലുകൾ മുറിഞ്ഞു വീണതല്ലാതെ തീപ്പൊരി കണ്ടില്ല. പിന്നെ ഇരുമ്പും കല്ലുമായും ഉരസി, എന്നിട്ടും തീ കിട്ടിയില്ല. സഫൂറ പറഞ്ഞു, ഇതുകൊണ്ട് തീ കിട്ടുമെന്ന് തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പുറത്തുപോയി അന്വേഷിച്ചു നോക്കൂ, എവിടെ നിന്നെങ്കിലും അല്പം തീ കിട്ടുമോ എന്ന്. സഫൂറ കിടുകിടെ വിറക്കുന്നത് കണ്ടപ്പോൾ മൂസക്ക് വിഷമം തോന്നി. അതിന് ഞാനെവിടെ പോയി അന്വേഷിക്കും? ഇവിടെയെങ്ങും മനുഷ്യവാസമുള്ള ലക്ഷണമില്ല. പുറത്തെങ്ങും മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലുമില്ല. ഈ ഇരുട്ടത്ത് എവിടെ പോവാനാണ് എന്ന് മൂസ ചോദിച്ചു. അന്വേഷിച്ചാൽ കണ്ടെത്താതിരിക്കില്ല, ചോദിച്ചാൽ അല്ലാഹു തരാതെയും ഇരിക്കില്ല എന്ന് സഫൂറ ധൈര്യം കൊടുത്തു. മൂസ എതിർത്തില്ല, ഇറങ്ങി നടന്നു. കുറെ നേരം നടന്നുപോയി. അതാ അകലെ ഒരു വെളിച്ചം കാണുന്നു. അവിടെ ചെന്നാൽ അല്പം തീ കിട്ടാതിരിക്കില്ല. വെളിച്ചം ലക്ഷ്യമാക്കി വേഗം നടന്നു. ഭാര്യ പറഞ്ഞതാണ് ശരി, അന്വേഷിച്ചാൽ കിട്ടും. അടുത്തടുത്ത് ചെല്ലും തോറും ആ പ്രകാശബിന്ദു വലുതായി. അകലെ പ്രഭാവ വലയമായി, സൗന്ദര്യ സാക്ഷാത്കാരമായി. പ്രപഞ്ചം മുഴുവൻ ആ പ്രഭാവലയത്തിൽ വെട്ടിത്തിളങ്ങി. അതോടെ എല്ലാം മറന്നുപോയി. ഭാര്യയുടെ പ്രസവ വേദനയും മരം കോച്ചുന്ന തണുപ്പും ആവശ്യപ്പെട്ടു വന്ന തീപ്പൊരിയും ഒന്നും ഓർമ്മയില്ല. ഒന്നും ഒരു ആവശ്യമായി തോന്നിയില്ല. മനസ്സ് ആ പ്രഭയിൽ മുഴുകിപ്പോയി. ഹൃദയത്തിലേക്ക് ആ ജ്യോതിസ് ഒഴുകുന്നത് പോലെ തോന്നി. ഒരു നിർവൃതി.
പറഞ്ഞറിയിക്കാനാവാത്ത പരമാനന്ദം. കണ്ടിട്ടും കണ്ടിട്ടും മതിവരാതെയായി. ആ അനുഭൂതിയുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് മൂസ റബ്ബിനെ സ്തുതിച്ചു. ഓടിച്ചെന്ന് ആ പ്രഭാവലയത്തിൽ ലയിച്ചു ചേരണമെന്ന് തോന്നി. റബ്ബിനെ എത്ര സ്തുതിച്ചിട്ടും മതി വരുന്നില്ല. അല്ലയോ മൂസ! പെട്ടെന്നൊരു അശരീരി. മൂസ സ്തംഭിച്ച് നിശ്ചലം നിന്നുപോയി. വിസ്മയ പാരമ്പര്യത്തോടെ മൂസ കാതോർത്തു. ഞാൻ തന്നെയാണ് താങ്കളുടെ റബ്ബ്. അതുകൊണ്ട് താങ്കൾ താങ്കളുടെ ചെരുപ്പ് രണ്ടും അഴിച്ചു വെക്കുക. തീർച്ചയായും താങ്കൾ തുവ എന്ന താഴ്വരയിലാണ് ഉള്ളത്. അതുകൊണ്ട് താങ്കൾക്ക് ബോധനം നൽകപ്പെടുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് സൂറത്ത് ത്വാഹയിലെ 12-13 സൂക്തങ്ങൾ. മൂസക്ക് അപ്പോഴുണ്ടായ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. അള്ളാഹു അവന്റെ പ്രവാചകനായി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വതിന്റെയും ഉടമസ്ഥനായ റബ്ബിന്റെ പ്രതിനിധി. ഇതിലേറെ സന്തോഷിക്കാൻ മറ്റെന്തു വേണം? വഴിയറിയാതെ ഉഴറി നടന്ന തനിക്ക് കരുണാവാരിധിയായ നാഥൻ ഇതാ സന്മാർഗത്തിന്റെ നേർപ്പാത തുറന്നു തന്നിരിക്കുന്നു. നിശ്ചയമായും അല്ലാഹു ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അതുകൊണ്ട് എന്നെ താങ്കൾ ആരാധിക്കുക, എന്നെ സ്മരിക്കാൻ നിസ്കാരം നിലനിർത്തുക. നിശ്ചയമായും അന്ത്യനിമിഷം വരും. ഓരോരുത്തർക്കും താൻ പ്രയത്നിച്ചതിന്റെ കൂലി കൊടുക്കാൻ ഞാൻ ആ ദിവസത്തെ രഹസ്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത് വിശ്വസിക്കാതെ തന്നിഷ്ടം പ്രവർത്തിക്കുന്നവർ താങ്കൾക്കത് വിശ്വസിക്കാൻ തടസ്സമാവാതിരിക്കട്ടെ. അങ്ങനെ വന്നാൽ താങ്കൾ നശിക്കുമെന്ന് സൂറത്ത് ത്വാഹയിലെ 14-18 വരെയുള്ള സൂക്തങ്ങളിൽ പറയുന്നു. അള്ളാഹു ചോദിച്ചു, അല്ലയോ മൂസ, താങ്കളുടെ വലതു കൈയിൽ എന്താണ്? മൂസാ നബി പറഞ്ഞു, എന്റെ വടിയാണ്. ചോദ്യത്തിന്റെ ഉത്തരമായി. എന്നാൽ അത്രയും കൊണ്ട് അദ്ദേഹം തൃപ്തനായില്ല. താൻ സംസാരിക്കുന്നത് റബ്ബിനോടാണ്. അതെത്ര ദീർഘിച്ചാലും അത്രയും നേരം ആ അസുലഭ നിർവൃതിയിൽ ലയിക്കാം. മൂസാ നബി തുടർന്നു, ഞാൻ ഇതിന്മേൽ ചാരി നിൽക്കും. എന്റെ ആടുകൾക്ക് ഇതുകൊണ്ട് ഇലകൾ വീഴ്ച കൊടുക്കുകയും ചെയ്യാം. വേറെയും ആവശ്യങ്ങൾ ഇതുകൊണ്ട് എനിക്കുണ്ട്. അല്ലാഹുവിനെ നേരിൽ കാണാനും നേരിൽ കണ്ട് ആ പരമാനന്ദ ലഹരിയിൽ ലയിച്ച് നിർവൃതി കൊള്ളാനും ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടാവില്ല. മൂസാ നബിയുടെ വിശദീകരണം കേട്ട അല്ലാഹു അരുളി, അല്ലയോ മൂസ, ആ വടി താഴെയിടുക. കൽപ്പന കേട്ട മാത്രയിൽ മൂസാ നബി വടി താഴെയിടുന്നു. വടി ഒരു പാമ്പായി ഇഴയാൻ തുടങ്ങി. ഉടനെ അല്ലാഹുവിന്റെ കൽപ്പന അതിനെ പിടിക്കുക. ഉള്ളിൽ ഭയം തോന്നി. ജീവനോടെ ഇഴയുന്ന പാമ്പ്, അതിനെ പിടിക്കാനാണ് കൽപ്പന. മൂസാ നബിയുടെ ഹൃദയം അല്ലാഹു കണ്ടു. പേടിക്കേണ്ട മൂസ എന്ന് അല്ലാഹു അറിയിച്ചു. അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ നാം മടക്കുന്നതാണ്. ഉടനെ മൂസാ നബി പാമ്പിനെ എടുത്തു. അത് പഴയ വടിയായി. മൂസാ നബിയുടെ വലത് കൈ ഇടതു കക്ഷത്തിൽ വെക്കാൻ അല്ലാഹു കൽപ്പിച്ചു. എന്നിട്ട് പുറത്തെടുക്കാൻ പറഞ്ഞു. എന്തൊരത്ഭുതം! കൈ പുറത്തേക്കെടുക്കുമ്പോൾ അത് വെണ്മയാർന്നു പ്രകാശം ചൊരിയാൻ തുടങ്ങി. വീണ്ടും ആവർത്തിച്ചപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു. മൂസാ നബി ഒരു പ്രവാചകനാണ്. അത് ശത്രുക്കളുടെ മുന്നിൽ തെളിയിക്കാനാണ് അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ നൽകിയത്. 2 മുഅ്ജിസത്തുകൾ. ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് നൽകുന്ന പ്രത്യേക അനുഗ്രഹമാണ്. ഇതുപോലെയുള്ള ചില കഴിവുകൾ ഔലിയായിനും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനെ കറാമത്തുകൾ എന്നാണ് വിശേഷിപ്പിക്കുക. ഉടനെ ഫിർഔനിന്റെ അടുത്തേക്ക് പോകാൻ അള്ളാഹു കൽപ്പന നൽകുന്നു. ഫിർഔൻ ദുർമാർഗിയാണെന്നും അവന്റെ അക്രമം അതിർലംഘിച്ചിരിക്കുകയാണെന്നും അള്ളാഹു അറിയിക്കുന്നു. അവനെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായിരുന്നു മൂസാ നബിക്ക് നൽകിയ ഉപദേശം. നൈലിന്റെ പുത്രൻ എന്ന പുസ്തകത്തിന്റെ 5-ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.